ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ? ഇന്നത്തെ വീഡിയോയിലേ ഞാൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉപ്പാൻ്റെ ഏഴായിന് കേട്ടോ. ഏഴിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയ ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഉപ്പാൻ്റെ ഏഴിൻ്റെ അന്ന് വന്ന് നമ്മൾ ഫുഡ് കഴിച്ച് പോയ ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആരാ ഫുഡ് ഉണ്ടാക്കിയത് ചോദിച്ചു. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇനി വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ട് ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ബിരിയാണി കഴിച്ചു പോയപ്പം നമ്മളെ പള്ളിത്തെ ഉസ്താദ് അടക്കം പറഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ബിരിയാണീൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉപ്പാൻ്റെ ഏഴിൻ്റെ അന്ന് ഞാൻ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ അന്ന് രാവിലെ കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ എല്ലാ ദിവസവും ദിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചായയൊക്കെ കുടിച്ച ഗ്ലാസ്സൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയും കിടക്കണ് മുറ്റത്ത്. അപ്പോൾ അതൊക്കെ പെറുക്കി മുറ്റൊക്കെ അടിച്ചു വാരി നന്നാക്കിയിട്ട് പിന്നെ ബീഫ് കിട്ടിയിട്ടുണ്ടതിന്. ബീഫ് ഞങ്ങൾ അളിയൊക്കെ രാവിലെ നേരത്തെ പോയി കൊണ്ടുവന്നിരും കേട്ടോ. അപ്പോൾ നമ്മൾ 15 കിലോ ബീഫും വാങ്ങിയിട്ടുണ്ട്, 14 കിലോ അരി വാങ്ങിയിട്ടുണ്ടതിന്. പക്ഷേ 12 കിലോനാണ് കേട്ടോ നമ്മൾ വെച്ചത്. അരി 12ഉം ബീഫ് 15ഉം. നമ്മളിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ബീഫാവുമ്പം ഒരു 2-3 കിലോനൊക്കെ ഏറെ എടുക്കണം അരിനെ കാട്ടിലോട്ടോ. അപ്പോൾ ഞാൻ 14 കിലോ റൈസാണ് വാങ്ങിയത്. അപ്പോൾ 12 കിലോ റൈസും 15 കിലോ ബീഫുമാണ് കേട്ടോ എടുക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ അത് ആ ബീഫൊക്കെ ഒന്ന് കഴുകി വെക്കണുണ്ട്. നല്ല ബീഫാണ് കേട്ടോ. രാവിലെ നേരത്തെ പോയാൽ നല്ല ബീഫ് കിട്ടും ചെയ്യും. അപ്പോൾ അതാ ഞാൻ ബീഫൊക്കെ കഴുകി ഒക്കെ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെക്കണുണ്ട്. പിന്നെ ഒരു 15 കിലോ ബിരിയാണി വരെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റയ്ക്കല്ല, ബാവുക്കാക്കും ഉള്ള സമയത്ത് നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. ഇപ്പോൾ ബാബു ഇല്ല, എന്നാലും ഇളച്ചനുണ്ട്, അതേപോലെ നാത്തൂനും പിന്നെ ഇളച്ചിയും എൻ്റെ അമ്മീൻ്റെ അനിയത്തിൻ്റെ നാത്തൂനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ ഓരൊക്കെ സവാളയൊക്കെ തൊലി കളയണ പണിയിലൊക്കെയാണ്. പിന്നെ ഞാൻ ബീഫൊക്കെ കഴുകി വെള്ളം ചോരാനൊക്കെ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ആദ്യം ഞാൻ ബീഫ് വേവിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ ഒരു ടെൻഷനും ഉണ്ടാവില്ല, ബീഫ് വെന്തില്ലേ അങ്ങനെയുള്ള ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഒരു ചെമ്പക്ക് ബീഫ് കഴുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പൊക്കെ അമ്മ കത്തിക്കുന്നുണ്ട്. ഞാൻ ബീഫൊക്കെ ചെമ്പക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുത്തിട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളമൊക്കെ ഇതിൽ തന്നെ പൊടിഞ്ഞുണ്ടാവും. ഈ ബീഫ് വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. നല്ലോണം തിരുമ്മി കുഴച്ചെടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. എന്നാൽ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ബീഫ് വെന്തോ എന്താ അറിയില്ലല്ലോ, നമ്മളിത് ദം ചെയ്തെടുക്കല്ലേ ചെയ്യുക. ദമ്മ് പൊട്ടിക്കണ സമയത്തല്ലേ ബീഫ് വെന്തതും വേവാത്തൊക്കെ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ വേവിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കലും. പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ചെമ്പിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബിരിയാണിക്ക് വേറൊരു ടേസ്റ്റാണ്. ചെമ്പിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ലേ, നമ്മൾ വീട്ടിലുള്ള ചെമ്പ് അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ മദ്രസയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചെമ്പൊക്കെ വാടകയ്ക്ക് കൊണ്ടുവരില്ലേ, അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ചെമ്പ് തന്നെയാണ്. നമ്മൾ 5 കിലോ ഒക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പാണ് കേട്ടോ, ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ അതിലാണ് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. ഇനി കുറച്ച് നേരം വെറുതെ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ ജോലികളും ഇങ്ങനെ തീർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഇവിടെ ഉണ്ടായിനും, കാരക്കച്ചാറും ഉണ്ട്, പിന്നെ പപ്പായ അച്ചാറും ഉണ്ട്. മധുരമുള്ള അച്ചാറാണ് കേട്ടോ. ബിരിയാണിക്ക് മധുരമുള്ള അച്ചാറാണല്ലേ ടേസ്റ്റ്. അപ്പോൾ രണ്ടും കുറേശ്ശെയാണ് ഉള്ളത്. അപ്പോൾ രണ്ടും 2 പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ രണ്ടും അങ്ങനെയാണ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി വേറെ ഉണ്ട് കേട്ടോ അച്ചാർ. ഇനിയിപ്പോൾ തികയില്ല എന്നുള്ള പേടിയൊന്നുമില്ല. അവിടെ ഞാൻ ഇട്ട അച്ചാർ തന്നെ വേറെ ഇനിയുണ്ട്. ഈത്തപ്പഴം നാരങ്ങയൊക്കെ ഇട്ട് അച്ചാറിട്ടതുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് രണ്ടും ഞാനിങ്ങനെ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയത്ത് ഒക്കെ കൂടെ ചിലപ്പോൾ അവിടെ ആയി കിട്ടൂല. അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ഒക്കെ റെഡിയാക്കി വെക്കണം. പെട്ടെന്ന് അർജൻറ്റിൽ ചോദിച്ചാൽ എൻ്റെ അടുത്തൊന്നും ഒന്നും കിട്ടൂല. എനിക്ക് എവിടെ വെച്ചിക്കണമെന്നും അറിയില്ല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതാ നമ്മൾ ബീഫ് വന്ന് നോക്കിയപ്പോൾ ബീഫൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കട്ടെ, എന്നാലുള്ളൂ എല്ലാ കഷ്ണങ്ങളും ഒരേ രീതിയിൽ വെന്ത് കിട്ടുക.
അപ്പോൾ അത് നല്ലോണം ഇളക്കിയിട്ട് കൊടുത്തു. ഇത് ഇളക്കാനൊക്കെയാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ ഇളക്കാനും അതേപോലെ ചെമ്പടുപ്പത്തേക്ക് വെക്കാനും ഇറക്കാനൊക്കെയാണ് നമുക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടത്. ഇനിയിപ്പോൾ ബിരിയാണി മസാല പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കലാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല സ്മെല്ലും ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വയ്ക്കാനും നല്ല സ്മെല്ലും വയ്ക്കാനും. അപ്പോൾ ഇതിൽ ഏലക്കായ, കറാമ്പൂ, പട്ട, പിന്നെ തക്കോലം, ജാതിക്ക, ജാതിപത്രി, സാജീരകം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, പിന്നെന്താ ജാതിക്ക ഞാൻ പറഞ്ഞോ അറിയില്ല, ഒക്കെ 10 ഗ്രാം വീതം വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ അതേപോലെ സാജീരകവും പെരിഞ്ജീരകമൊക്കെ അതും എടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ച ആ ചെമ്പിൻ്റെ മേലെ അടപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ അടപ്പിൻ്റെ മേലേക്കാണ് കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഏലക്ക കൂടെ എൻ്റെ വക വേറെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ ഉള്ള ഏലക്കായാണ്. എനിക്ക് ഏലക്കായൊക്കെ ബാവുക്കാക്ക് കൊടുത്തേക്കാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് അങ്ങനെ വാങ്ങിക്കലില്ല. ഇതിപ്പം ഒക്കെ കൂടെ അങ്ങനെ വാങ്ങിച്ചപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഏലക്കായ ഞാൻ എഴുതിയിട്ടൊന്നും ഇല്ലേനു, പക്ഷേ ഏലക്കായ ഒരിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൂടെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിക്കണം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ എളുപ്പം പൊടിഞ്ഞ് കിട്ടും ചെയ്യും. അങ്ങനെ വറുത്തെടുക്കൊന്നും വേണ്ട കേട്ടോ. വറുക്കുകയാണെങ്കിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും വേണം, കരിഞ്ഞു പോവും. അല്ലെങ്കിൽ ആ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പിന്നെ ആ കരിയണ പേടിയൊന്നുമില്ല, ഒന്ന് ചൂടാവും ചെയ്യും. ജാറിലിട്ടാണ്ടൊന്ന് പൊടിച്ചെടുത്താലും മതി, എളുപ്പം പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ കുറച്ച് നേരം അതിൻ്റെ മേലേക്ക് ഒന്നിങ്ങനെ പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം എന്താ മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് ജാറിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ കുറച്ച് മസാല അങ്ങനെ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് എപ്പോഴും പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ബിരിയാണി ഉണ്ടാക്കാനും പറ്റും. പിന്നെ കുറച്ചൊക്കെ ആകുമ്പം ജാറിലിട്ട് പൊടിച്ചെടുക്കാനും പ്രയാസമാണല്ലേ, പൊടിഞ്ഞു കിട്ടൂല. അപ്പം അതേപോലെ 10 ഗ്രാം വീതം അല്ലെങ്കിൽ 20 ഗ്രാം വീതമൊക്കെ വാങ്ങിച്ചിട്ട് പൊടിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും, കുറേ കാലം അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ബിരിയാണി മസാലയൊക്കെ പൊടിച്ച് വെച്ചു. പിന്നെ ബീഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ബീഫൊന്നും ആയിട്ടില്ല കേട്ടോ, നല്ല വേവുള്ള ബീഫാണ് തോന്നുന്നുണ്ട്. പിന്നെ എന്താ സവാളയൊക്കെ ഇളച്ചും കട്ട് ചെയ്ത് തന്നിട്ടുണ്ടേനും, പിന്നെ പച്ചമുളക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണ്ട കേട്ടോ. കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പോൾ ഒരു ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാമല്ലോ. പിന്നെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട്, സജീല വലിയകത്ത് എന്ന് പറയട്ടോ. അപ്പോൾ ഒരു ഇതേപോലെ വലിയ കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഓരോട് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ ഇതിനുള്ള ലിസ്റ്റും അവർ പറഞ്ഞു തന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ സവാളയൊക്കെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ വലിയ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ സവാള കട്ട് ചെയ്തിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള 6 കിലോനാണ് കേട്ടോ ഇതിക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീഫ് 15 കിലോനാണ്. 15 കിലോക്ക് 6 കിലോ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. നല്ലോണം വഴറ്റിയെടുക്കണം, നന്നായിട്ട് വഴന്ന് വരണം, അപ്പോഴുള്ള മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് ഇങ്ങനത്തെ വട്ട ചെമ്പാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടം. നമ്മളിവിടെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ചെമ്പും, പിന്നെ വേറൊരു ചെമ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് ശരിക്കും ബിരിയാണി ഉണ്ടാക്കാൻ കൊണ്ടുവന്ന ചെമ്പ്. ഇത് അരി തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിലാണിപ്പോൾ മസാല ഉണ്ടാക്കുന്നത്, ഇതിലാണ് ദം ചെയ്തെടുക്കുകയും ചെയ്യണത്. പിന്നെ അങ്ങനെ 7 കഴിക്കണീനൊക്കെ എതിരില്ല ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ്, ഞങ്ങളെ ഉപ്പാൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. പിന്നെ അതേപോലെ നമ്മളെ വീട്ടിലേക്ക് 7 ദിവസം ദിക്ർ ചെല്ലാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാർക്ക് ലാസ്റ്റത്തെ ദിവസം ഫുഡും കൊടുത്ത് വിടുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഉപ്പ മരിച്ച സങ്കടം നമുക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞ് പോകുമ്പോൾ നമുക്കൊരു റാഹത്താണല്ലോ. ആ ആൾക്കാർ ഫുഡ് കഴിച്ച് പോയതിനുള്ള കൂലി നമ്മളെ ഉപ്പാക്ക് കിട്ടുകയും ചെയ്തോളും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെതിരെയുള്ള ആൾക്കാരുണ്ടാവും, ഒരു ബാഡ് കമൻറ്റ് ഇടരുത്. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളല്ലേ, അവനാൻ്റെ വിശ്വാസം അവനാനെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന പോലെ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ സവാളയൊക്കെ വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് 1 കിലോനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കുറച്ച് മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ തൈരിക്കുള്ളത്, ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 2 കിലോ തക്കാളിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും ഒരു 2-3-4 എണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ 200-300 ആ ഒരു കണക്കിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇഞ്ചി 200ഉം വെളുത്തുള്ളി 300ഉം.
അപ്പോൾ നമ്മളിതേപോലെ ബിരിയാണി മസാലയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി എടുക്കുമ്പം ഇഞ്ചിനെക്കാട്ടിലും കുറച്ചധികം വെളുത്തുള്ളി എടുക്കണം. വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് ആണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഞാൻ വലിയൊരു ഷെഫൊന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യൽ. അപ്പോൾ ഈ ബിരിയാണി ഏതായാലും കഴിച്ച ആൾക്കാർക്ക് അറിയാം. ഞാൻ കഴിച്ചവർ ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞതാണ്. പിന്നെ അത് വീഡിയോ ഇടുമ്പോൾ അവർക്കറിയാലോ ഞാൻ തള്ളി വിടുകയാണോ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്കൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മസാലപ്പൊടികളൊന്നും ഞാൻ അധികം ചേർക്കലില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കും. കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വലിയ ജീരകം പൊടിച്ചതുമാണ് മസാലപ്പൊടികളായിട്ട് നമ്മൾ ചേർത്തത്. കാശ്മീരി മുളക് പൊടി ചേർത്തത് മസാലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാട്ടോ. പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ 1 കിലോ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എരിവും ഇതിന് ഉണ്ടാവും. വേറെ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാല ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തു. അത് മുഴുവനായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഒരു 5-6 സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദം ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 2 പാക്കറ്റാണ് ഇപ്പോൾ എടുത്തത്. പിന്നെ ചെറുനാരങ്ങ 15 ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ പുളിയൊക്കെ നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് തൈര് ചേർത്ത് കൊടുക്കലാണ്. കുറവായാൽ നമുക്ക് വീണ്ടും ചേർക്കാമല്ലോ. പിന്നെ കൂടുതലായി കഴിഞ്ഞാലാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുക. അപ്പോൾ 2 പാക്ക് തൈരും 15 ചെറുനാരങ്ങൻ്റെ നീരും കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പിന്നെ പുളി ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിനി. അപ്പോൾ ഒരു 1/2 പാക്ക് തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കണ്ടിട്ടില്ല. ചെറുനാരങ്ങൻ്റെ നീര് 1 കിലോക്ക് 1 ചെറുനാരങ്ങ എന്നുള്ള രീതിയിൽ അങ്ങനെ എടുക്കണം. ചെറുനാരങ്ങൻ്റെ നീര് നല്ല ടേസ്റ്റ് കൊടുക്കും മസാലയ്ക്ക്, ബീഫാകുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ ആ മസാലയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്തു. നല്ലോണം വെന്തിട്ടില്ല, കുറച്ചും കൂടെ വേവാണ്ട് കേട്ടോ. അത് നമുക്ക് ദം ചെയ്തെടുക്കുമ്പം ആ ഒരു സമയത്ത് വെന്തോളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇളക്കുന്ന സമയത്തൊക്കെ ബീഫ് ഉടഞ്ഞു പോവും. അങ്ങനെ ഉടയരുത്. അപ്പോൾ അതിന് കണ്ടിട്ട് വേണം ബീഫ് വേവിക്കാൻ. അപ്പോൾ തന്നെ പിന്നെ പള്ളിയിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇളച്ചന് ഇളക്കി തരാൻ കൂടുന്നുണ്ട്. എനിക്കിത് ഇളക്കാനാണ് ഗതികേട്. ഇളക്കുമ്പോൾ ശരിക്കും എല്ലായിടത്തും ആയി കിട്ടൂല. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഫുഡ് ഉണ്ടാക്കണത്. ഇങ്ങനെ 15 കിലോനും 10 കിലോനും 20 കിലോനൊന്നും എന്തായാലും ഒറ്റയ്ക്ക് കഴിയില്ല. 15 കിലോ വരെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാണ്. പക്ഷേ ഇതാണ് ഈ ചെമ്പൊക്കെ പിടിക്കാനും വെക്കാനും ഒക്കെ ഒരു പ്രയാസമാണ്. പിന്നെ നമ്മളെ വീടുങ്ങൾക്ക് അറിയാലോ, ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് താഴെയാണ് നമ്മളെ കിച്ചണ്. പിന്നെ മേലേക്ക് ഇതൊക്കെ കയറ്റലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്നുള്ളൂ, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഓർഡറും കിട്ടലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയും ഒക്കെ കൂടെ ആയപ്പോൾ പിന്നെ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏൽക്കാതെ വെക്കലാണ്. അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ അതിക്ക് ഇതേപോലെ ആർക്കേജിൻ്റെ നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്തിന്, ഒരു 2-3 സ്പൂണ്. ആ വീഡിയോയിൽ കണ്ടിക്കണോ അല്ലേന്ന് അറിയില്ല. അതും മസാലയ്ക്കൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം തന്നെയാണ്. പിന്നെ നല്ല നെയ്യുള്ള നല്ല ബീഫാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമാണ്. ബീഫ് ബിരിയാണി എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. പിന്നെ അടി പിടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലുള്ളൂ പ്രശ്നം. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അത് ഞാൻ ഇവിടെ ഗ്യാസുമ്മൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ആർക്കേജിൻ്റെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അടുപ്പത്ത് അരി തിളപ്പിച്ചുറ്റാലെ വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അധികം കോരി മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ. അത് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും ചെയ്യേണ്ടത് കോരി മാറ്റിയിട്ട്. പിന്നെ നമ്മൾ ബിരിയാണി പറ്റാത്തവർക്ക് ചപ്പാത്തിയും അതിക്ക് ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ഞാൻ വീഡിയോ എടുക്കണമില്ല. ട്രൈബോർഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടേ. ബിരിയാണീൻ്റെ പിന്നെ എല്ലാവരും ചോദിച്ചിനി എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഏത് അരി എടുത്തത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചിനി. അപ്പോൾ അങ്ങനെ അതിൻ്റെ വീഡിയോ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചതാട്ടോ. പിന്നെ നമ്മളെ ജോലി തന്നെയാണല്ലോ, യൂട്യൂബും കാറ്ററിങ്ങും ഒക്കെ അല്ലേ. അപ്പോൾ അരി ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ. ഇത് നമുക്ക് 5 രൂപ കുറച്ച് തരും. 85 രൂപക്കാണ് തരല്. പിന്നെ നിങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ 5 രൂപ കൂടും. 90 രൂപയാണ് കേട്ടോ 1 കിലോ അരിക്ക്. നല്ല അരിയാണിത്. കൈമ റൈസ് ഒന്നും ഇപ്പോൾ കാറ്ററിങ് ഉണ്ടാക്കാൻ നമുക്ക് എടുക്കാം കഴിയൂല, അതിനൊക്കെ റേറ്റ് നല്ല കൂടുതലാണ്. പക്ഷേ ഈ അരി കൈമ റൈസിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. ആ സ്മെല്ലില്ല എന്നുള്ളൂ. പക്ഷേ നല്ല അരി കേട്ടോ. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ കഴിച്ചിട്ട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണിയാണ്.
നല്ല റൈസും ആണ് കേട്ടോ, ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ അരി നമുക്ക് കഴുകുക. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തിളപ്പിച്ചൂറ്റിയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് അരി തിളപ്പിച്ചൂറ്റിയിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി തന്നെയാണ് ഇഷ്ടം. പിന്നെ ആരും ഇല്ലെങ്കിൽ ഞാൻ വറ്റിച്ചിട്ടും ഉണ്ടാക്കും. നമ്മളെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ചെയ്യാറ്. അപ്പം ഇന്നിപ്പം ഊറ്റാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ തിളപ്പിച്ചൂറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഊറ്റണം, പാകത്തെ വേവിന് ഊറ്റിയെടുക്കണം. അതല്ലെങ്കിൽ വേഗം വേവേറിപ്പോവും. വേവേറി കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. വേവേറിയാൽ ഒന്നിനും പറ്റൂല. പിന്നെ അതേപോലെ ഇങ്ങനെ വലിയ ചെമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാനും കഴിയൂല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ വറ്റിച്ചിട്ടും വെക്കാറുണ്ട്. അപ്പോൾ ആ ചെമ്പ് കണ്ടില്ല, ആ ചെമ്പന്നെ അലാക്കിൻ്റെ ചെമ്പാണ്, നമുക്ക് പൊന്തിച്ചാൽ പൊന്തൂല. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തോണം കേട്ടോ. പിന്നെ അതിക്ക് ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിന്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അരി വേഗം വേഗം ഞാൻ നോക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലോണം തീയും കത്തുന്നുണ്ട്. അപ്പോൾ എളുപ്പം ആവും. പെട്ടെന്ന് തന്നെ ഊറ്റിയിട്ട് കൊടുക്കും വേണം. വേവേറിയ പോയി കാര്യം. അപ്പോൾ പാകത്ത് വേവിന് ഊറ്റണം. പിന്നെന്താ പറയുക, ഇത് വലിയ കൊട്ടക്കായലുമാണ് കേട്ടോ. ഈ കൊട്ടക്കായലൊന്നും നമുക്ക് വിലങ്ങൂല. അനിയത്തിയും ഇളച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഊറ്റിയിടാൻ. അപ്പോൾ ഓരൊക്കെ കൂടിയിട്ട് ഊറ്റിയിടുന്നുണ്ട്. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സവാളയൊക്കെ, അതും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ബിരിയാണി മസാല അല്ലേ, അതും കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല പാക്കറ്റ് വാങ്ങിക്കണേക്കാട്ടിലും നല്ലത് ഇതേപോലെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുക തന്നെയാണ്. ഞാൻ എപ്പോഴും പറയലുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താലും മതി. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടാവും. ബിരിയാണി ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ, നല്ല അടിപൊളി സ്മെല്ല് തന്നെ ഇക്കാരം. പിന്നെ അതേപോലെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും കുറച്ച് ഇതേപോലെ ഇങ്ങനെ തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതേപോലെയല്ല, ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, എനിക്ക് കിട്ടിയില്ല റോസ് വാട്ടർ. ഞാൻ ലിസ്റ്റിൽ എഴുതിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സാധനം കിട്ടിയിട്ടില്ല. അതുണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത സൺഫ്ലവർ ഓയിലും ആർക്കേജിൻ്റെയൊക്കെ ഒരു മിക്സ് ഉണ്ടായിരുന്നല്ലോ, അതും ഇതിക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആർക്കേജിൻ്റെ നെയ്യ് ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 kg കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ടൊന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു ഹാഫ് ഭാഗത്തോളം എടുത്തിട്ടുമുണ്ട് കേട്ടോ. അതേപോലെ ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഉരുക്കി ചേർക്കുകയാണെങ്കിൽ ഉരുക്കിയിട്ടും ചേർക്കുക. ഇതിപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് കട്ടായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. മറ്റൊരു ചോറ് അങ്ങനെ ഊറ്റിയിടും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മാസത്തെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല. ഈ മാസത്തില്ല, കഴിഞ്ഞ മാസം നമ്മൾ വിന്നറൊക്കെ തിരഞ്ഞെടുത്ത്. പിന്നെ ഈ മാസം അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയല്ലോ, പാക്ക് സുഖമില്ലാറ്റി ആ ഒരു ഇതിലൊക്കെ അല്ലേ ഇനിയും. അപ്പോൾ ഇനി ഇൻഷാല്ലാ 2 ദിവസം കൊണ്ട് ഞാൻ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത വിന്നറെ ഈ മാസം ലാസ്റ്റായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കും വേണം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. അതേപോലെ തന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിലുള്ളൂ നമ്മളെ ചാനൽ, നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമൻസൊക്കെ ഇടുക, എന്നാലുള്ളൂ പിന്നെ ടോപ്പ് കമൻറ്റിലൊക്കെ വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാവണം നമ്മളെ ഗിവ് അവേ. അപ്പോൾ ഇതാ നമ്മളെ റൈസൊക്കെ ഊറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദം ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെക്കലാണ് വലിയ ടാസ്ക്. അപ്പോൾ ഞാനിതിൻ്റെ ഈ ചെമ്പിൻ്റെ വക്കത്ത് കൂടെ മൈദ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എന്താ അറിയോ, നല്ലോണം ദമ്മ് കയറും ബിരിയാണിക്ക്. ദമ്മ് കയറുമ്പോഴുള്ളൂ ബിരിയാണി ടേസ്റ്റും ഉണ്ടാവുക. പിന്നെ അരി നമ്മൾ ഹാഫ് വേവിനാണ് ഊറ്റിയിട്ടുള്ളത്. അരി വേവാനുണ്ട് ഇനിയും. അപ്പോൾ ആ ദമ്മ് കയറുമ്പം അങ്ങനെ വെന്തോളും. അപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ചിട്ട് ഇനി അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഒരു പേടിയാണ്, ഇത് പൊട്ടിക്കണ സമയത്ത് എന്താ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ എന്നറിയില്ലല്ലോ, അടികരിയോ അങ്ങനെയൊക്കെയുള്ള ബേജാറുണ്ടാവും. ഒരു പേടിയും പേടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നിങ്ങനെ ഒന്ന് കത്തിച്ച് കൊടുക്കുക വട്ടത്തിലാക്കിയിട്ട്. എന്നിട്ട് കത്തിച്ചിട്ട് പിന്നെ ആ കനൽമ വെച്ചാൽ മതി, എന്നാൽ അടി പിടിക്കുകയൊന്നും ചെയ്യൂല. ഇതിൻ്റെ അടിയിൽ കനലുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഓലക്കൊടി വെച്ചിട്ട് ഒന്ന് കത്തിച്ചു കൊടുത്തു. ചിരട്ട കത്തിച്ചാലും മതി, ഓലക്കൊടി വെച്ചിട്ട് ഇതാ ചുറ്റുഭാഗം ഒന്നാണ് കത്തിച്ചു കൊടുത്തു. പിന്നെ അതിങ്ങനെ കത്തി കഴിഞ്ഞിട്ട് പിന്നെ ആ കനലുമ്മൽ അങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. പിന്നെ മേലക്കും കുറച്ച് കനൽ കോരി ഇട്ട് കൊടുക്കണം. ഒരു വെയിറ്റും വെച്ച് കൊടുക്കുക. പിന്നെ ചുരുങ്ങിയത് ഒരു 1.5 മണിക്കൂറെങ്കിലും ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ദമ്മൊക്കെ നല്ലോണം കയറി നല്ല അടിപൊളി ബീഫൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടും. മസാലയൊക്കെ നല്ലോണം പിടിച്ച് നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഒരു വെയിറ്റൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് കനലും അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ദമ്മിലായി. പിന്നെ നമ്മൾ തൈര് സാലഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി. അപ്പോൾ അതിക്ക് ഉള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാളയും ക്യാരറ്റും അതേപോലെ തന്നെ കക്കരി പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അതും കൂട്ടി വെക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇനിയില്ല പണി, വേറെ കാര്യമായിട്ടുള്ള ജോലികളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എന്താ അരി തിളപ്പിച്ചിട്ട് വെള്ളം വെച്ചിട്ട് പിന്നെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ അസർ ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ ചോറ് തമ്മിലായി. പിന്നെ സാലഡും കാര്യങ്ങളൊക്കെ അതും റെഡിയാക്കി. പിന്നെ ചപ്പാത്തി ഉമ്മ ഇവിടെ ചൂടുന്നുണ്ട്. പിന്നെ കറി ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങിയാൽ അതാണ് എളുപ്പം, ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മളെ ജോലികളൊക്കെ തീർക്കാൻ പറ്റും. പെട്ടെന്നൊന്നുമല്ല, ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ടൈം വേണേനു എനിക്ക്. ടൈം എടുത്ത് ഉണ്ടാക്കുമ്പോഴുള്ളൂ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അങ്ങനെ കടിപിടി കൂടി ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ശരിക്കും ആയി കിട്ടൂല. നമ്മൾ വിചാരിക്കണ അത്രക്ക് ടേസ്റ്റ് കിട്ടൂല. ഇത് ആക്കും പോലെ ഉണ്ടാക്കുമ്പം ഒരു ടെൻഷനും ഇല്ലാതെ റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഫുഡും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ ചിക്കൻ കറി ആയി. പിന്നെ ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. ആരും വല്ലാതെ കഴിച്ചിട്ടൊന്നുമില്ല. ഒക്കെ ബിരിയാണിയാണ് കഴിച്ചത് എല്ലാവരും. ഇനി ആരെങ്കിലും ബിരിയാണി കഴിക്കാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. പിന്നെ ദിക്കറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ ചെമ്പ് പൊട്ടിച്ച്. അപ്പോൾ ഇതൊക്കെ മക്കളെ കൊണ്ട് അങ്ങനെ എടുപ്പിച്ചതാണ് കേട്ടോ വീഡിയോ. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചപ്പോഴാണ് കേട്ടോ സമാധാനമായത്. റൈസൊക്കെ പാകത്തെ വേവാണ്. അതേപോലെ ബീഫും നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ടുണ്ടതിന്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ കഴിച്ചിട്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ചതാ ചെമ്പക്കാക്കുന്നുണ്ട്. 2 ചെമ്പക്കാണ് ആക്കുന്നത്. വലിയ ചെമ്പില്ല എൻ്റെ അടുത്ത്. അപ്പോൾ നമ്മളെ ചെമ്പന്നെ വലിയ വേറെ 2 ചെമ്പുണ്ടേനി. അതിക്ക് 2ക്കും അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ റൈസ്. പിന്നെ റൈസ് കുറച്ച് ബാക്കിയുണ്ടേനി. ഒരു 2 കിലോൻ്റെ അടുത്ത് റൈസ് ബാക്കിയുണ്ടേനി. ബീഫ് ബാക്കിയൊന്നുമില്ല അതിന് കേട്ടോ. ബീഫൊക്കെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കഴിച്ചും ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ നമുക്കൊരു റാഹത്താണല്ലോ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചൊക്കെ പോകുമ്പം. ഇപ്പൊക്കെ വേണ്ടിയിട്ട് ദുആയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഉണ്ടായിനി. പിന്നെ നിങ്ങളെ ദുആയിലും ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫാമിലി അല്ലേ, ഹൈഫ കിച്ചൺ ഫാമിലി അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ നിങ്ങളെ ദുആയിൽ ഇനി എൻ്റെ കുടുംബത്തിനെയൊക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ കണ്ടോ നമ്മളെ ബീഫൊക്കെ നല്ല സെറ്റ് ആയിക്കണം കേട്ടോ. അടിപൊളിയാണ്. ഞാൻ വീണ്ടും പറയണത് എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടായിനി. ഓരോരുത്തർ കഴിച്ചിട്ട് അത്രയും എനിക്ക് നല്ല എന്താ പറയുക, ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയ നല്ലൊരു അടിപൊളി ബിരിയാണി തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഉസ്താദുമാരൊന്നും വന്നിരുന്ന് ഫുഡ് കഴിക്കണമൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അത് മക്കളെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നത് ഇഷ്ടമുണ്ടോ അല്ലേന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിരുത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ അങ്ങനെ ആ ഒരു ഉദ്ദേശം വെച്ചല്ല നമ്മൾ വീഡിയോ എടുത്തതും കേട്ടോ. ഇനിയിപ്പോൾ അതിനൊന്നും നെഗറ്റീവ് കമൻ്റ് ഒന്നും ആരും ഇടരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കമൻറ്റൊന്നും തരാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.